ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA 5th സെമസ്റ്ററിലെ ഓപ്പൺ കോഴ്സായ ഇ-കൊമേഴ്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ സബ്ജക്റ്റിൽ 3 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ഇ-കൊമേഴ്സ്, സെക്കൻഡ് മൊഡ്യൂൾ ഇ-കൊമേഴ്സ് ബിസിനസ് മോഡൽ, തേർഡ് മൊഡ്യൂൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. അതിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഇ-കൊമേഴ്സ് ബിസിനസ് മോഡൽ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ഇ-കൊമേഴ്സ്? ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി നമ്മൾ ഗുഡ്സിനെയോ പ്രോഡക്റ്റിനെയോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ ഇ-കൊമേഴ്സിൻ്റെ അണ്ടറിൽ നിരവധി ബിസിനസ് മോഡൽസുകൾ അവൈലബിൾ ആണ്. അതിൽ ഒരു 6 ബിസിനസ് മോഡൽസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബിസിനസ് ടു ബിസിനസ് മോഡൽ അഥവാ B2B. എന്താണ് B2B മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ അവരുടെ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബിസിനസ് കൺസ്യൂമറിനല്ല പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പകരം ബിസിനസ്സിലേക്കാണ് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ B2B ഈസ് ദി സെയിൽ ആൻഡ് ദി എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ബിസിനസ്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഇ-കൊമേഴ്സ് where a company selling or buying from other companies. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് പ്രോഡക്റ്റ് വിൽക്കുകയോ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് ടു ബിസിനസ് ഇ-കൊമേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. B2B describe e-commerce transaction between business such as between manufacturer and wholesalers or between wholesaler and retailers. ഒരു മാനുഫാക്ചറും ഹോൾസെയിലറും തമ്മിലുള്ള ബിസിനസ്, അത് മാത്രമല്ല ഒരു ഹോൾസെയിലറും ഒരു റീറ്റെയിലേഴ്സും തമ്മിലുള്ള ബിസിനസ്. ഇതൊക്കെ എന്താണ്? ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്, അല്ലാതെ കൺസ്യൂമേഴ്സുകളല്ല. ഇവിടെ എന്താ പറയുന്നത്? മാനുഫാക്ചറും ഹോൾസെയിലേഴ്സും തമ്മിലുള്ള ബിസിനസ്, അതുപോലെ ഹോൾസെയിലറും റീറ്റെയിലേഴ്സും തമ്മിലുള്ള ബിസിനസ്. ഇതൊക്കെ എന്താണ്? ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് അഥവാ ബിസിനസ് സ്ഥാപനങ്ങളാണ്, അല്ലാതെ ഇവയൊന്നും എന്താണ്? കൺസ്യൂമേഴ്സ് അല്ല എന്നാണ് പറയുന്നത്. ദ വോളിയം ഓഫ് B2B ട്രാൻസാക്ഷൻ ഈസ് മച്ച് ഹയർ ദാൻ ദ വോളിയം ഓഫ് B2C ട്രാൻസാക്ഷൻ. ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷനേക്കാളും സെയിൽസിൻ്റെ വോളിയം കൂടുതൽ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ അവിടെ ബൾക്കായിട്ടുള്ള റോ മെറ്റീരിയൽസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അഥവാ ബൾക്കായുള്ള മെറ്റീരിയൽസാണ് ഹോൾസെയിലേഴ്സ് ബൈ ചെയ്യുന്നത്. നേരെ മറിച്ച് ബിസിനസ് ടു കസ്റ്റമറിൻ്റെ ട്രാൻസാക്ഷൻ്റെ കേസാണെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്? ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ്റെ കേസിലാണെങ്കിൽ അവിടെ കസ്റ്റമർ എന്താണ്? കുറച്ച് പ്രോഡക്ട്സുകൾ മാത്രമേ ഉള്ളൂ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? സെയിൽസ് വോളിയം വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു ബിസിനസ് ടു ബിസിനസ് മോഡൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹോൾസെയിലർ ഒരു ഓർഡർ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് വഴി പ്ലേസ് ചെയ്യുകയും വെബ്സൈറ്റിൽ നിന്ന് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ആ ഓർഡർ പ്രോസസ്സ് ചെയ്യുകയും ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് ഹോൾസെയിലർക്ക് അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അത്തരം മോഡൽസിനെയാണ് നമ്മൾ B2B മോഡൽ അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബിസിനസ് ടു കൺസ്യൂമർ അഥവാ B2C. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് എ റീറ്റെയിൽ കൺസ്യൂമർ. Business directly sell to the end customer without using traditional retail channels. Sellers that use B2C business model can increase their benefits by eliminating the middleman. However, these sites require huge investment in terms of advertisement efforts, hardware and software. ഇവിടെ ബിസിനസ് ടു കൺസ്യൂമറിൻ്റെ കേസിൽ എന്താ പറയുന്നത്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ്സിൽ നിന്ന് കൺസ്യൂമറിലേക്കാണ് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ,
ട്രഡീഷണൽ റീറ്റെയിൽ ചാനൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ ഉപയോഗിക്കുന്ന സെല്ലേഴ്സിന് അവരുടെ മിഡിൽ മാനിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർക്ക് എന്താണ് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൻ്റെ കേസിൽ അവിടെ എന്താണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്? അവിടെ ഈ പറയുന്ന വെബ്സൈറ്റ്സുകൾക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എന്നുള്ള കാര്യങ്ങളുടെ എഫേർട്ടുകൾക്കൊക്കെ എന്താണ് നമുക്ക് ഒരു ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ B2C എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ് കൺസ്യൂമർ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയും വെബ്സൈറ്റിൽ നിന്ന് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ആ ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യുകയും ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഓർഡർ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ബിസിനസ് ടു കൺസ്യൂമർ മോഡലാണ്. നെക്സ്റ്റ് കൺസ്യൂമർ ടു കൺസ്യൂമർ അഥവാ C2C. കൺസ്യൂമർ ടു കൺസ്യൂമർ ഇ-കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് യൂസിങ് ദി ഇൻ്റർനെറ്റ് ടു സെൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഡയറക്ട്ലി to other individual. A common example is the online auction. The sites are only intermediaries just the to match consumers. ഇവിടെ കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ല. പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒന്നും ബിസിനസ് ഓർഗനൈസേഷൻ അല്ല. ഇവിടെ എന്താണ് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വല് അനദർ ഇൻഡിവിജ്വലിലേക്കാണ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഓൺലൈൻ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ലേലം അല്ലേ, ഓൺലൈനായിട്ട് നമ്മൾ ലേലം കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുക്ക് ഞാനിപ്പോൾ അല്ലെങ്കിൽ ഒരു ജേർണൽസ് ഞാൻ എന്താണ് പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ജേർണൽസ് എനിക്കൊരു ജേർണൽസ് ഒരാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ജേർണൽസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് ഇത് സെല്ല് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മൾ എന്താണ് ആ ജേർണൽസ് നമ്മൾ കൊടുക്കുകയും ആ ചാനൽസ് പിന്നീട് വേറൊരാൾ ഈ പറയുന്ന eBay അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് വഴി മേടിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എന്താണ് ഒരു ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് അവിടെ ഫോം ആവുന്നത്. കാരണം ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു കസ്റ്റമറാണ് പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് മേടിക്കുന്നത്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രോസസ്സാണ് ഈ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്നുള്ള ലെവലിൽ നടക്കുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ടൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സുകൾ, ഈ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സുകളൊക്കെ നമ്മളെന്താണ് ഈ OLX ആപ്പ് വഴി നമ്മളെന്താണ് അത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അത്തരം ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അനദർ വ്യക്തി അത് മേടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്താണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അയാൾ എന്താണ് അത് ബൈ ചെയ്യാൻ വരുന്നു. ദെൻ അയാൾക്ക് എന്താണ് ഈ കസ്റ്റമർ 1 അയാളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് കസ്റ്റമർ 2ലേക്ക് കൊടുക്കുന്നു. കസ്റ്റമർ 2 എന്താണ് പ്രോഡക്റ്റ് മേടിച്ച ആളാണ് കസ്റ്റമർ 2. ആ പ്രോഡക്റ്റ് മേടിച്ച വ്യക്തി അയാൾക്ക് എത്രയാണോ എമൗണ്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ 1 അത് കൊടുക്കുന്നു. അപ്പോൾ അതാണ് അവിടെ മെയിനായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് 2 കസ്റ്റമർ ഉണ്ട് അല്ലേ, അതിൽ കസ്റ്റമർ 1 എന്താണ് അവരുടെ കയ്യിലുള്ളൊരു പ്രോഡക്റ്റ് വി വാണ്ട് ടു സെൽ ദ പ്രോഡക്റ്റ്, അയാൾക്ക് എന്താണ് അയാളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, വെബ്സൈറ്റിൽ അയാളൊരു അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്തു. ആ വെബ്സൈറ്റ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് കസ്റ്റമർ 2 എന്ന വ്യക്തി ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ കസ്റ്റമർ 2 ആ പ്രോഡക്റ്റ് കസ്റ്റമർ 1ൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുകയും കസ്റ്റമർ 1 ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കസ്റ്റമർ 2ൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം പ്രോസസ്സാണ് C2C മോഡൽസിൽ നടക്കുന്നത്. നെക്സ്റ്റ് കൺസ്യൂമർ ടു ബിസിനസ് അഥവാ C2B എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ബിസിനസ് മോഡൽ ഇൻ വിച്ച് കൺസ്യൂമേഴ്സ് ഓഫേഴ്സ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു കമ്പനീസ് ആൻഡ് ദി കമ്പനീസ് പേ ദം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻവേർട്ടഡ് ബിസിനസ് ടൈപ്പ്. കൺസ്യൂമർ ടു ബിസിനസ് അഥവാ C2B മോഡൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് കൺസ്യൂമറിനും
കൺസ്യൂമറും ബിസിനസ്സും തമ്മിലുള്ള ഒരു പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, കൺസ്യൂമറും ബിസിനസ്സും തമ്മിലുള്ള പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ഒരു എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഒരു കൺസ്യൂമർ അവരുടെ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ അത് എന്താണ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ അത്തരം കേസാണ് ഇവിടെ വരുന്നത്. അഥവാ കസ്റ്റമേഴ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മെയിനായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇത് സോഫ്റ്റ്വെയർ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ആ സോഫ്റ്റ്വെയർ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കുക, അഥവാ ബിസിനസ്സിലേക്ക് ബൈങ് ആൻഡ് സെല്ലിങ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കസ്റ്റമർ ടു ബിസിനസ് അല്ലെങ്കിൽ കൺസ്യൂമർ ടു ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബിസിനസ് ടു ഗവൺമെൻറ് അല്ലെങ്കിൽ B2G. B2G refers to the supply of goods and services to online government procurement. Business to government is also known as business to administrator. It refers to the trade between the business sector as a supplier and a government body as a customer. ഇവിടെ ബിസിനസ് ടു ഗവൺമെൻറ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനവും ഒരു ഗവൺമെൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് ഈ ബിസിനസ് ടു ഗവൺമെൻറ് എന്നുള്ള മോഡൽസിൽ നടക്കുന്നത്. പിന്നെ എന്താണ്, ബിസിനസ് സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകൾ, സർവീസുകൾ, ഇതൊക്കെ ഈ എല്ലാ ഫെസിലിറ്റീസുകളും പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് അഥവാ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഇറ്റ് റെഫേഴ്സ് ടു ട്രേഡ് ബിറ്റ്വീൻ ദ ബിസിനസ് സെക്ടർ ആസ് എ സപ്ലയേഴ്സ് ആൻഡ് എ ഗവൺമെൻറ് ബോഡി ആസ് എ കസ്റ്റമേഴ്സ്. ഇവിടെ ബിസിനസ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് സപ്ലയേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് ബോഡി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സും കൂടിയാണ്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമില്ല കോവിഡ് ടൈമിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ ലാപ്ടോപ്സുകൾ ബിസിനസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് എന്ത് പറയുന്നത്, ഈ ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോവിഡ് സിറ്റുവേഷനിലൊക്കെ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക എന്താണ്, ഗവൺമെൻറ് എന്താണ് കുറേ ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ വരുമാനം കുറഞ്ഞ ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളൊരു അജണ്ട വെച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ബിസിനസ്സുകാർ അവർക്ക് ലാപ്ടോപ്പ് ബിസിനസ്സുകാരെന്താണ് അവരുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എന്താണ് ഇത്ര ബൾക്ക് ഓഫ് ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ട്രാൻസാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബൈങ് ആൻഡ് സെല്ലിങ് പോലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, B2G എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് സ്ഥാപനവും ഒരു ഗവൺമെൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്. അതുമാത്രമല്ല ഇവിടെ നടക്കുന്നത് എന്താണ്, ബിസിനസ് സ്ഥാപനം ഗവൺമെൻറ്റിന് ആവശ്യമായുള്ള പ്രോഡക്ട്സുകൾ, സർവീസുകൾ ഇതൊക്കെ കൊടുക്കുന്നതിനായിട്ടാണ് ബിസിനസ് ടു ഗവൺമെൻറ് മോഡൽസ് എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് സെക്ടർ എന്ന് പറയുന്നത് സപ്ലയേഴ്സും ഗവൺമെൻറ് ബോഡി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമാണ്. നെക്സ്റ്റ് ബിസിനസ് ടു എംപ്ലോയി. ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുകയാണെങ്കിൽ ദിസ് ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് ഈസ് സംടൈംസ് കാൾഡ് ഇൻട്രാ ബിസിനസ് ഇ-കൊമേഴ്സ്. B2B ഇ-കൊമേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം other types since it is not a revenue form of business. It is not a revenue form of business എന്നാണ് കേട്ടോ. ഈ ബിസിനസ് ടു എംപ്ലോയീസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് അവരുടെ എംപ്ലോയീസുമായിട്ട് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് ടു എംപ്ലോയി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് അവരുടെ എംപ്ലോയീസുമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ബിസിനസ് ടു എംപ്ലോയി മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു റവന്യൂ ഫോം ഓഫ് ബിസിനസ് അല്ല, അഥവാ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നൊരു ബിസിനസ് അല്ല ഈ പറയുന്ന B2E ബിസിനസ് എന്ന് പറയുന്നത്. ഈ B2E ബിസിനസ് മെയിനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ നാച്ചുറിങ് ദി റിലേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദി ഓർഗനൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ അവരുടെ ഒരു മൊറാലിറ്റി അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നൊരു മോഡലാണ് B2E മോഡൽ എന്ന് പറയുന്നത്. ദെൻ ദിസ് ഫോം ഓഫ് ഇ-കൊമേഴ്സ് ഈസ് മോർ കോമൺലി നോൺ ആസ് എൻ ഇൻട്രാനെറ്റ് ആൻഡ് ഇൻ്റർനെറ്റ് ഈസ് എ വെബ്സൈറ്റ് ഡെവലപ്ഡ് ടു പ്രൊവൈഡ് ദ എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിത്ത് ഇൻഫർമേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫോം ഓഫ് ഇത്തരത്തിലുള്ള ഒരു ഇ-കൊമേഴ്സ് മോഡലിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻട്രാനെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ബിസിനസ് ടു എംപ്ലോയീസ് മോഡലിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആ ബിസിനസ്സിൻ്റെ അകത്ത് നിന്നുള്ള ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഇ-കൊമേഴ്സ് കണ്ടക്ട് ചെയ്യാം, അഥവാ അവരുടെ എംപ്ലോയീസുമായിട്ട് ഇ-കൊമേഴ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സാണ് ഇൻട്രാനെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആൻഡ് ഇൻട്രാനെറ്റ് ഈസ് എ വെബ്സൈറ്റ് ഡെവലപ്ഡ് ടു പ്രൊവൈഡ് ദ എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിത്ത് ഇൻഫർമേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടാക്കിയ വെബ്സൈറ്റിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ടു എംപ്ലോയീസ് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ റവന്യൂ ഫോം ഓഫ് ബിസിനസ്. ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് മോഡലല്ല. അവിടെ എന്താണ്? ബിസിനസ്സും എംപ്ലോയീസും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇത് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഉള്ള ആ എംപ്ലോയേഴ്സിൻ്റെ മൊറാലിറ്റി അതുപോലെ തന്നെ റിലേഷൻഷിപ്പൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഇൻട്രാനെറ്റ് ആണ്. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനുള്ള എംപ്ലോയേഴ്സിന് അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം മോഡൽസുകളാണ് നമ്മൾ ഈ പറയുന്ന ഇ-കൊമേഴ്സ് ബിസിനസ് മോഡലിൻ്റെ അണ്ടറിൽ വരുന്നത്. ഒന്നാമത്തെ ബിസിനസ് ടു ബിസിനസ് മോഡൽ. ഇപ്പോൾ ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്? ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഡയറക്റ്റ് ആയിട്ട് അവരുടെ എൻഡ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ദെൻ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയാൻ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ അനദർ ഇൻഡിവിജ്വലിലേക്ക് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുകയും അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡൽ എന്ന് പറയുന്നത്. ദെൻ കൺസ്യൂമർ ടു ബിസിനസ് മോഡൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു കൺസ്യൂമർ അവരുടെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇത് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് സെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? C2B എന്ന് പറയുന്നത്, കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് കൺസ്യൂമർ ടു ബിസിനസ് ടു ഗവൺമെൻറ് അഥവാ B2G എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻസ് ആണ് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല ബിസിനസ് ഓർഗനൈസേഷൻസ് കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകൾ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഈ പറയുന്ന നമ്മുടെ ടെലിവിഷൻസ് ഗവൺമെൻറ് അത്തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുകയും അതെന്താണ് ബിസിനസ്സിലേക്ക് കൈമാറുകയും അതുവഴി ഈ പാവപ്പെട്ടവർക്ക് ആ ഒരു ടെലിവിഷൻസ് ബൾക്കായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിലുള്ള ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ചിങ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് ടു എംപ്ലോയീസ് ആണ്. ബിസിനസ് ടു എംപ്ലോയീസ് എന്ന് പറയുകയാണെങ്കിൽ റവന്യൂ ഫോം ഓഫ് ബിസിനസ് അല്ല. അതുപോലെ തന്നെ ഇതെന്താണ്? നമ്മുടെ എംപ്ലോയീസിൻ്റെ മൊറാലിറ്റി അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന മോഡലാണ് ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം മോഡൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയേഴ്സ്.